ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ ഉണ്ടല്ലോ അതിന്റെ ആ മണി പിടിച്ചൊരു കൊടുത്ത് ആളാക്കുക. അപ്പൊ എല്ലാവർക്കും നിങ്ങൾക്ക് എന്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് എന്റെ വീഡിയോ കാണാം, പെട്ടെന്ന് ലൈക്ക് ചെയ്യാം, പെട്ടെന്ന് അപ്പൊ കഴിച്ചപ്പോ കാര്യത്തിലോട്ട് വരാം. അപ്പൊ ഇന്ന് ഞാനിതൊരു റിയാക്ഷൻ ഇതൊരു റോഷൻ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ വേറെ ആരുമല്ല, കേരളത്തിലുള്ള ഒരു കുട്ടീനെയല്ല ഞാൻ ചെയ്യാൻ പോകുന്നത്. കാടുകൾ താണ്ടി, മലകൾ താണ്ടി, പാനിപ്പൂരി കട താണ്ടി, വേൽപൂരി മസാലയുടെ ഇടയിൽ കൂടി ഉണ്ടായി വന്ന ആസാമിലുണ്ടായ ഒരു തായിനെയാണ് ഞാൻ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ വേറൊന്നുമില്ല, എന്തിനാണ് അദ്ദേഹത്തെ റിയാക്ട് ചെയ്യുന്നത് പറഞ്ഞ് പല ചോദ്യങ്ങളും വരാം. എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട്, എനിക്ക് സൗകര്യമുള്ളതുകൊണ്ട്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ പണി. അപ്പൊ വേറൊന്നുമില്ല, പുള്ളിക്കാരൻ എന്റെ വെറുതെ ഒന്ന് ഇങ്ങോട്ടൊന്ന് ചൊറിഞ്ഞു. അപ്പൊ എനിക്ക് തിരിച്ച് ചൊറിയണം, സോറി മാന്തണം. കാര്യത്തിലോട്ട് വരാം. എന്തിനാണ് അദ്ദേഹം എന്നെ റിയാക്ട് ചെയ്തത്, അദ്ദേഹത്തിന്റെ വീഡിയോയിൽ എന്നെ കളിയാക്കിയിട്ടതെന്ന് നിങ്ങൾക്കൊരു ചോദ്യം വരാം. അവന് വേണ്ടത് റീച്ച്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇവൻ ആരാണ്, ഇവൻ എവിടെയാണ്, ഇവൻ എന്താണ് വേണ്ടത്, എന്താണ് എന്റെ വായിന് കേൾക്കാനുള്ളത് നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഞാനിപ്പോ റാപ്പ് ചെയ്യുന്നതല്ല, ഞാനിപ്പോ റിയാക്ഷൻ ചെയ്തത്. സോറി ശ്വാസം കിട്ടില്ല. ഓക്കെ, അപ്പൊ വേഗം നമുക്ക് എന്നെ പറ്റി എന്താണ് പറയുന്നത് നമുക്ക് വേഗം നോക്കാം. മോനെ പറവത്തെ അത് കണ്ടാലും നിങ്ങൾ കണ്ടത് നിങ്ങളൊരു കാര്യം ചെയ്യും. അവന്റെ ഇങ്ങനെ കഴിയുമ്പോൾ നിങ്ങൾ പോസ് ചെയ്ത് നോക്കാം. അവന്റെ കൈ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. കൈയല്ല നഖം. കുഴപ്പമില്ല, നിങ്ങൾ എന്റെ വീഡിയോ ആരെങ്കിലും കഴിച്ചുകൊണ്ടെന്ന് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടോടെ ടാബിൽ സ്കിപ്പ് ചെയ്തു. ഇനിയിപ്പോ സ്കിപ്പ് ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾ കണ്ടില്ലേ. എവിടെയെങ്കിലും ഒക്കെ കൈയിട്ട് ചൊറിഞ്ഞെടുത്തിട്ട് അതെടുത്ത് വേറെ ഇങ്ങനെ അടിച്ചു മാസം മൂഞ്ചുന്നവൻ. ഞാൻ ഇവന്റെ അക്കൗണ്ട് ഒന്ന് സന്ദർശിച്ചായിരുന്നു. അതിലെന്റെ വീഡിയോ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഒന്നല്ല, ഒരുപാട് വീഡിയോ. ഏതൊക്കെയൊക്കെ കാട്ടിലിടച്ചിട്ട് എടാ മോനെ ഞാൻ എവിടെയാണെന്ന് അറിയോ? നീ എവിടെയാണെങ്കിലും നമുക്കെന്താ, നീ ഏതെങ്കിലും മൂലയിൽ പോന്നിട്ട് ഞാൻ എവിടെയാണെന്ന് അറിയോ? നീ എവിടെ പറ. മോട്ടിപ്പുഴയെ കേരളത്തിലുള്ള സ്ഥലമാണെന്ന് എനിക്കറിയത്തില്ല. മൂവാറ്റുപുഴയ്ക്കാണ് അപ്പൊ പറഞ്ഞത്. മാറ്റുപുഴയുടെ ബംഗാളി ആസാമിനുണ്ടായ പാനിപ്പൂരി മൂവാറ്റുപുഴയിലുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവരെ പിടിച്ച് അവിടെ എവിടെന്നെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ തലയ്ക്ക് രണ്ട് പൊട്ട് എടുത്തിട്ട് അവിടെ ചെവി കൂടി 3 തവണ തന്തയ്ക്ക് വിളിക്കണം. വേണം വിളിച്ചു 3 തവണ പറയണം മൂവാറ്റുപുഴയ്ക്ക് പറഞ്ഞ സാധനം ഒന്നുകൂടി പറഞ്ഞാ മോട്ടിപ്പുഴ. അറിയോ? അല്ലടാ പെരി പെരി അൽഫാം എന്തോ ഒരു സാധനം പറഞ്ഞു. എനിക്കൊന്ന് KSRTC ബസ് സ്റ്റാൻഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എനിക്ക് പറഞ്ഞത്. അവന്റെ KSRTC പാസ്സുകളാ അൽഫാം പെരി പെരി. അവന്മാരെ പിടിച്ചെത്തിട്ടാ വെച്ചത്. ക്രിക്കറ്റിന്റെ സ്റ്റമ്പായത്. ഓക്കെ പറ എനിക്ക് എന്നിട്ട് അവൻ നാളെ കൊടുക്കുന്നു. മറ്റവരാണെങ്കിൽ ചെവിനകത്ത് ഒരു അണ്ടിപ്പരിപ്പം വെച്ചിട്ടിരിക്കുന്നു. സാധളം കയ്യിലുണ്ടോ? അല്ലടാ, മാതളം വായിലുണ്ട്. എടാ മോനെ മോനെ എന്റെ കൺകുപ്പിയൊന്നും എടാ മോനെ വന്നുള്ളൂ. നീ വേറെ എന്തെങ്കിലും പറ. അപ്പൊ ബ്രോ യു മീൻ ഇന്ന് മനസ്സിലായ കോമഡിക്ക് ഇനി മനസ്സിലായ കോമഡിക്ക് അകത്ത് ഇനി ഏത് ഭാഷ എടുക്കും? മലയാളമാണോ? ഞാൻ വിചാരിച്ചു ഹിന്ദിക്ക് ചന്തി മാത്രമേ അറിയൂന്ന്. തൊലിക്ക് നീ ഹിന്ദിയിൽ കൈവച്ച് അതെ, ഹിന്ദിയിൽ കൈവച്ചിട്ട് നിന്റെ അണ്ണാക്കി തിരിയിട്ട് കൊപ്പൊക്കെന്ന് പറഞ്ഞാക്കി തരും. മര്യാദയ്ക്ക് സംസാരിക്കണം മലയാളം പറയുന്നെങ്കിൽ. ദില്ലിച്ചിട്ട് തലയിലെ ചിമ്പുക്കുമ്പോ തല ഹേങ്ങായി പോയി. ഞാനാണ് പോയി ചെല്ല്. ഗുഡ് ബൈ. പറയുന്നില്ല ബാഹുബലിയിലെ വില്ലൻ പറയുന്നുണ്ടാ ഇവന്മാരെ പറ്റി ശ്രദ്ധിച്ചെന്ന് പറയുമ്പോ ഇവന്മാരെ നാട്ടിലുള്ളവന്മാരുമായിട്ട് തന്നെ അടി കൂടും. ഞാൻ കാണിച്ചു തരാം. മച്ചാനെ എന്നാ ചേട്ടാ പറഞ്ഞോ? ഇതാണ് കോളിഫ്ലവർ. ആസാമിലെ ആണ് കൃഷിയുള്ളത്. എനിക്കറിയില്ല. ഏതാണ് കോളിഫ്ലവർ? എനിക്കറിയില്ല. ഇതാണ് നോക്കുന്ന പോണ ചെങ്കിളി റമ്മി. നീ എന്തൊക്കെയാണ് ഈ പറഞ്ഞ പന്നി? തിരുമതിയിലെ ചിട്ടികളെ കൊണ്ട് സംസാരിക്കുന്നത്. ഹലോ കോളിഫ്ലവർ വെള്ളത്തിന്റെ അടിയിൽ വല്ല കോളിഫ്ലവർ പറയുന്നത് പോടാ. ഇല്ല സഹിക്കുക. ഇവന്മാരെ ബീജിയെ കൊണ്ട് ഇവന്മാര് സംസാരിക്കുമ്പോ എടാ മോനെ
ഒരുത്തെ ഇടിച്ച് അവന്റെ വായിലുള്ള ഹാൻഡ്സ് വെളിയിൽ വന്ന് അവന്റെ ചെവി തൂങ്ങിയത് കാലിന്റെ ഇടയിൽ കിടക്കുന്ന ഫോൺ എടുത്താണ് നിന്നെ വിളിച്ചത്. എന്നിട്ട് നീ എന്തൊന്നും ഓടി റൊമാൻറ്റിക് സീനിൽ ഓടി വരുന്നതാണ്. മാസാണ് വേണ്ടത്. മാസ് കാണിക്കും. ഇങ്ങനെ ആരായിടിച്ച് തോന്നിയാണ് മറ്റേ ഡോഗി സ്റ്റൈലിൽ കിടന്നിട്ട് ഇങ്ങനെ നോക്കുന്ന പോലെ അവളെ നിന്നത് ഐ കോണ്ടാക്ട് ഇട്ട് നിങ്ങളൊക്കെ പോയി കാണിച്ചേ അത് കാര്യം ചോദിക്കട്ടെ. ഇവന്മാരെ അടിച്ചിട്ട് നടന്നു പോകുമ്പോ ഇവ വിളിച്ചു പറഞ്ഞാൽ ഫോണിൽ ഇവത്തൊന്ന് വിളിച്ചിരിക്കുന്നത് ഇവന്മാരെ അടിക്കാൻ കാത്തിരിക്കരുതാ. നിങ്ങളത് കണ്ടു നോക്കി. അവന്റെ അടുത്ത് ചോദിക്കണം ആടാ പോലെ എന്നെ അടിച്ചു വന്നത്. അപ്പൊ അവൻ ചൂണ്ടിക്കാണിച്ചിട്ട് അവൻ ചത്തു വീഴാണ്. അവരെ തോളിലെടുത്തിട്ട് ഒന്ന് വട്ടം വട്ടം നരങ്ങി കളിക്കാൻ പോണം. ഇവൻ എന്താണ് അവര് വയ്യ. ഇവൻ ആ പുല്ലിൽ അവ കമ്പ് എടുത്ത് രണ്ട് വര വരയ്ക്കുമ്പോ എങ്ങനെയാണ് അത് കാണുന്നത്? ഒരുത്ത അടിക്കാൻ പോകുന്ന രംഗമെന്ന് നിങ്ങളിപ്പോ കാണുന്നത് എന്ത് പാല് വാ കടയിൽ പോണ ഇവൻ പിടിച്ചോ. അയ്യോ പാവോടാ നീ എന്തോ അവനെ നീ തലോടാ നീ പോകുന്ന. ഇവനെ പിടിച്ച് തലോടിയും മടിയിൽ പിടിച്ചിട്ട് വെച്ച് പാല് കൊടു. അപ്പൊ അവനും അതേപോലെ തടഞ്ഞിട്ട് അവനൊക്കെ അടിക്കണം. പിടിച്ചോ. മറ്റേ കമ്പെടുത്തവന്റെ മണ്ടയ്ക്ക് അറിഞ്ഞു കൊടുത്ത് അവന്റെ വായിലുള്ള ഹാൻഡ്സ് അവൻ തുപ്പി. അവനൊരു അടി കിട്ടിയപ്പോ അവന്റെ വായിലുള്ള ഹാൻഡ്സ് തുപ്പിയിട്ട് അവൻ നാഗകന്യകയായി. പാവപ്പെട്ടവനെ കുറ്റം ചവിട്ടിക്കൊന്നു. ഓ മൈ ഗോഡ്. അവൻ ഹാൻഡ്സ് തുപ്പിയില്ല. അപ്പൊ അവൻ നല്ല കിട്ടി. ഫസ്റ്റ് അടി ഡിഫൻസ് ആയിരുന്നു. നോക്കി അടുത്തെന്താണ് കാണിക്കാൻ പോകുന്നത്. കയ്യില് കമ്പുണ്ടായിട്ട് അവൻ കമ്പെടുത്തിട്ട് കൈക്ക് അവൻ അറിയാൻ പോകുന്നത്. ഈ ഒരു കാര്യം ഞാൻ കൈയെടുത്ത് നീ എന്റെ അടിയാണ് ആദ്യം. പൺപുച്ച്മാനാണോ ഇടിച്ചവനെ ഏറിലാക്കി നോക്കി അവൻ ഏറി നിൽക്കുന്നത്. അവന് ഹാൻഡ്സ് തപ്പി. ഓക്കെ സമം. ഇത് മാസ് വീഡിയോ അല്ല. അവന്മാര് മറ്റേ പോലോസ് ബാക്കിയത് അതിന്റെ അവന്റെ ആഡ് കാണിക്കുന്നത്. അവന്മാരുടെ മാസെല്ലാം മുങ്ങിയത്. അവന്മാരവിടെ അവിടുത്തെ ഹാൻഡ്സിന്റെ പ്രൊമോഷനാണ് അവിടെ ഇപ്പൊ കാണിച്ചത്. പറയല്ല എനിക്കിത് കാണുമ്പോ എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. ഈ കണ്ണീരൊക്കെ ഒരു ആനന്ദ കണ്ണീരാണ്. അപ്പൊ ആ പോലെ എനിക്കിത് ഇഷ്ടപ്പെട്ടത് ഞാൻ വിശ്വസിക്കുന്നു. നീ പോലത്തെ കുറെ കിഴപ്പോയിട്ട് വീണ്ടും വരും. ഒരു കാര്യം ഞാൻ പറയാം. മലയാളികളൊക്കെ കളിക്കാൻ നിൽക്കുക പ്രത്യേകിച്ച്. ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആ ബെല്ലൈക്കൺ മണി പിടിച്ചൊരു അടി കൊടുക്കുക. അപ്പോൾ വീണ്ടും ഞാൻ ഇതുപോലത്തെ വലിയ വലിയ റിയാക്ഷൻ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ. അപ്പോൾ സൈനിങ് ഓഫ്.